ഹായ്, വെൽക്കം ടു ഡെവഡോപ്സ്. ഞാൻ അബ്ദുല്ലഹദ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ പോവാണ്. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സാധനങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ IDEയും അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ കോഡ് കമ്പൈലറും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളൊരു IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിലും പേടിക്കേണ്ട, നിങ്ങൾക്കും കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ ബട്ടണിൽ പിൻ ചെയ്തിരിക്കാം. അതായത് എന്താണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്താണ് കോഡിംഗ്, ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസിന് മുന്നേ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസിക്സ് എന്ന് പറയുന്ന നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കൊരു ബഗ്ഗോ അല്ലെങ്കിൽ ഒരു എററോ കാര്യങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മളുടെ 24/7 ടെക് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് വരുവാണെങ്കിലോ എന്തെങ്കിലും ഒരു എററോ കാര്യങ്ങളോ വരുവാണെങ്കിൽ പേടിക്കേണ്ട, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടോ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി. നമ്മളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് ക്രോം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ക്രോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനത് ബട്ടണിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ നമുക്കിനി എങ്ങനെ നമുക്ക് VS കോഡ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ജസ്റ്റ് VS കോഡ് എന്ന് സെർച്ച് ചെയ്യാം. VS കോഡ് സെർച്ച് ചെയ്യുമ്പോൾ code.visualstudio.com എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ സൈറ്റ് അവിടെ ടോപ്പിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. അതിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം അത് നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത ഒരു പാത്തിൽ പോയിട്ട് ആ ഒരു EXE ഫയൽ നമുക്ക് റൺ ചെയ്യണം. ജസ്റ്റ് അതിൽ ഡബിൾ ടാപ്പ് ചെയ്യുക, എന്നിട്ട് റണ്ണ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതായത് ഐ അക്സെപ്റ്റ് ദ എഗ്രിമെൻറ്റ്, ഐ ഡു നോട്ട് അക്സെപ്റ്റ് ദ എഗ്രിമെൻറ്റ്, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഐ അക്സെപ്റ്റ് ദ എഗ്രിമെൻറ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അടുത്ത വിൻഡോയിലേക്ക് പോകും. അതിൽ നമുക്ക് ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് ഐക്കൺ എന്നുള്ളതൊന്ന് ടിക്ക് ഇടാം. വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിലേക്ക് ഇനി നമ്മളുടെ C++ൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു മെനുവിൽ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ കാണാൻ സാധിക്കും C/C++ എന്ന് പറയുന്ന, അത് നമ്മളെ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യലി അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ജസ്റ്റ് ഒരു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെ നമ്മളുടെ ഒരു കോഡ് കമ്പൈലർ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യാൻ പോകുന്ന കമ്പൈലറിൻ്റെ പേര് MSYS2 എന്ന് പറയുന്നൊരു കമ്പൈലർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നമ്മളെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം MSYS2 എന്ന് സെർച്ച് ചെയ്യുക. www.mysys2.org എന്ന് പറയുന്ന അവർ ഒഫീഷ്യൽ സൈറ്റ് വരും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഈ ഒരു ഫസ്റ്റിലത്തെ MSYS2 ആണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ MSYS2 റൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വന്നിട്ട് വെൽക്കം ടു ദ MSYS2 സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് വരും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടേക്കാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ഡീഫോൾട്ടായിട്ട് എനിക്ക് അവിടെ C ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെ പാത്ത് നമ്മളെ ഡിസ്ക് C ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുന്നു. അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ MSYS2 ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ MSYS2ൻ്റെ ഒരു ടെർമിനൽ ഓപ്പൺ ആയിട്ട് വരും നമ്മളുടെ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു കമാൻഡ് കൊടുത്തിരിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു ടെർമിനലിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു കമാൻഡ് പേസ്റ്റ് ചെയ്തതിന് ശേഷം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ അടുത്ത് വന്ന് എൻ്റർ കീ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൊസീഡ് വിത്ത് ഇൻസ്റ്റാളേഷൻ എന്ന് ചോദിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ കീബോർഡിൽ Y ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ എൻ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും റിട്രീവിങ് പാക്കേജസ് എന്ന്, അതായത് നമ്മുടെ പാക്കേജസ് എല്ലാം ഡൗൺലോഡ് ആവുന്ന കാണിക്കും അവിടെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഒന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ MSYS2ൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടെർമിനലിനകത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഒരു റൺ ആയിക്കൊണ്ടിരുന്ന ഒരു പ്രോസസ്സ് അവിടെ എൻഡ് ആവും. അതിന് ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇൻസ്റ്റാളേഷൻ സക്സസ് ആയെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ടെർമിനൽ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ C ഡിസ്കിലേക്ക് പോകുക. അതായത് എവിടെയാണോ നിങ്ങൾ ആ ഒരു ഡൗൺലോഡിങ് ടൈമിൽ നിങ്ങളുടെ ഡിസ്ക് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്ന പാത്ത്, ആ ഒരു പാത്തിലേക്ക് പോവുക. അപ്പോൾ ഞാനിവിടെ ബൈ ഡിഫോൾട്ടായിട്ട് അവർ തന്ന ആ ഒരു പാത്തിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് C പോയാൽ മതി. C പോയതിന് ശേഷം നമ്മളുടെ MSYS64 എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ അധികം ഫോൾഡറും ഫയൽസും കാണും. ഒന്നും കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പോൾ അതിൽ ജസ്റ്റ് UCRT64 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക.
അതിനുള്ളിൽ നമുക്ക് ബിൻ എന്ന് പറയുന്നൊരു ഫോൾഡർ കാണും. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത ചെയ്യേണ്ടത് ഈ ഒരു ടോപ്പിൽ നമ്മളുടെ ഈ ഒരു പാത്തിൻ്റെയൊക്കെ നെയിം എഴുതിയിരിക്കുന്നിടത്ത് ജസ്റ്റ് ഇവിടെ ഒരു സ്പേസിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഫുള്ളൊന്ന് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനെ കോപ്പി ചെയ്തെടുക്കുക ഒരു പാത്തിന്. അതിനുശേഷം നമുക്കിനി ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ENV എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സാധനം കാണാൻ സാധിക്കും. എഡിറ്റ് ദ സിസ്റ്റം എൻവറോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്ന നമ്മുടെ കൺട്രോൾ പാനലിൻ്റെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരുമ്പോൾ നമുക്ക് താഴെ എൻവറോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പോപ്പപ്പ് വരും. ഈ അടുത്ത പോപ്പപ്പിൽ ശ്രദ്ധിക്കണം, നമുക്കിവിടെ ടോപ്പിൽ യൂസർ വേരിയബിൾസ് ഫോർ വിൻഡോസ് 10 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിലൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് താഴെ സിസ്റ്റം വേരിയബിൾസിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഒരു പാത്തിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് എഡിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ അധികം പാത്തും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഒന്നും കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ജസ്റ്റ് റൈറ്റ് സൈഡിൽ ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കോപ്പി ചെയ്തുകൊണ്ട് നമ്മളുടെ പാത്തില്ലേ, ആ പാത്തിന് ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഈ ഒരു പഴയ പോപ്പപ്പ് ഓക്കെ കൊടുക്കുക. അതിന് മുന്നത്തെ ഫസ്റ്റിലത്തെ പോപ്പപ്പിലും ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഫയൽ എക്സ്പ്ലോറർ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഒഫീഷ്യലി നമ്മളുടെ MSYS2ൻ്റെ എൻവറോൺമെൻറ്റ് വേരിയബിൾ പാത്തും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് നമ്മളുടെ ഈ ഒരു MSYS2ൻ്റെ ഒരു കമ്പൈലറും GCC കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് CMD എന്നൊന്ന് സെർച്ച് ചെയ്യുക. അതായത് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ ഇനി ചെയ്യേണ്ടത് GCC എന്ന് എൻ്റർ ചെയ്യുക. എന്നിട്ട് സ്പേസ് ഇട്ടതിന് ശേഷം 2/ ഇട്ടിട്ട് വെർഷൻ എന്ന് നോക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമ്മളുടെ MSYS2 നമ്മുടെ സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഈ GCC / വെർഷൻ എന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. GCC എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കോപ്പിറൈറ്റും ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു സിസ്റ്റത്തിനെ നമ്മളിപ്പം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ നമ്മളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടൊരു ഹലോ വേൾഡ് നമ്മളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തേ നോക്കാം. അപ്പോൾ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ ഒരു ടോപ്പിൽ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം, ഷോ ആൻഡ് റൺ കമാൻഡ്സ് എന്ന് പറയുന്ന. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, C/C++ സെലക്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് യൂസ് GCC.exe എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മളൊരു IDE ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, VS കോഡ്. അതിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്യുന്ന കോഡിനെ കമ്പൈൽ ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഡ് കമ്പൈലറും ഇൻസ്റ്റാൾ ചെയ്ത് MSYS2 എന്ന് പറയുന്ന ഒരു കോഡ് കമ്പൈലറിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പാത്തും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ വിഷ്വൽ സ്റ്റുഡിയോയിൽ നമുക്ക് കോഡ് സിമ്പിളായിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് C++ എന്ന് പേര് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു ഫോൾഡറിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആ ഒരു ഫോൾഡർ വിഷ്വൽ സ്റ്റുഡിയോയ്ക്ക് അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് സംസാരം കാര്യങ്ങൾ മാത്രമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് കോഡ് ചെയ്ത് തുടങ്ങാൻ പോവാണ് ഇന്ന് മുതൽ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു ലെഫ്റ്റിലത്തെ കുറച്ച് ഓപ്ഷൻസിൽ നമ്മളുടെ ഈ ഒരു ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതായത് ന്യൂ ഫയൽ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫയൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ജസ്റ്റ് program.c എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ന് ജസ്റ്റ് എങ്ങനെ ഒരു ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് കോഡ് റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് എടുത്ത് പറയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കോഡ് റൈറ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഹലോ വേൾഡിൻ്റെ ഒരു കോഡ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 3-4 ഓപ്ഷൻസ് കാണിക്കും. ഇതിൽ ഞാനിപ്പോൾ ജസ്റ്റ് ടോപ്പിലത്തെ ഒരു C/C++ GCC.exe എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ടെർമിനലിൽ ഇവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ റൺ ചെയ്തത് ഒരു C പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ C നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കൊരു യൂസറിൻ്റെ ഇൻപുട്ട് വാങ്ങിയിട്ട് ഒരു ഔട്ട്പുട്ട് അങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2 നമ്പേഴ്സ് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു സം എങ്ങനെ കൊടുക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോസിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കോഡിങ്ങിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ IT ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.